എന്താണ് നിങ്ങളൊരു മൈൻഡ് സെറ്റ് ഇപ്പൊ? ആർക്കൊന്നും പറയാനില്ലേ? നമുക്ക് സമ്പത്ത് നേടുക പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, ഭസ്മ പറയുന്നത് പോസിറ്റീവ് ആണെന്ന് പറയുന്നു. ഉണ്ടാക്കാൻ വലിയ പാടാന്ന് പറയുന്നു. റിച്ച് ആണ്, പോസിറ്റീവ് ആണെന്ന് പറയുന്നു. ഓക്കെ, നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാം. സമയം എന്ന് പറയുന്നു പോസിറ്റീവ് എന്ന് പറയുന്നു. നമ്മൾ സമ്പത്ത് നേടുക എന്നുള്ളത് പറയുന്നത് ഒരു ഒരു മൈൻഡ് സെറ്റ് ആണ് അല്ലേ? നമുക്ക് എത്ര വലിയ പണം നമ്മളിലേക്ക് വന്നാലും നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ, നമ്മുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആണെങ്കിൽ, നമുക്ക് സമ്പത്തിനെ കുറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കത് നിലനിർത്താൻ കഴിയില്ല അല്ലെ? നിലവിൽ നെഗറ്റീവ് ആണ് എങ്കിൽ പോസിറ്റീവ് ആക്കി എടുക്കണം. ഓക്കെ, പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. ഓക്കെ, ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര വലിയ പണം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് നിലനിൽക്കില്ല. ക്യാഷ് വരും പോകും. ചില ആളുകൾ പറയുന്ന കേട്ടില്ലേ, എൻ്റെ കയ്യിൽ ഒറ്റക്കൈയാണ്, എനിക്ക് കയ്യിൽ ക്യാഷ് നിൽക്കുന്നില്ല, വന്നപ്പോൾ തന്നെ ചിലവാകും. ക്യാഷ് കിട്ടുന്നത് ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നീട് അത് എൻ്റെ കയ്യിൽ നിൽക്കാറില്ല എന്ന് പറയും, ആവശ്യങ്ങൾക്ക് തികയില്ല എന്ന് പറയും. പക്ഷെ അതേ നമുക്ക് കിട്ടുന്ന അതേ ക്യാഷ് കൊണ്ട് തന്നെ മറ്റുള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ ആ ക്യാഷ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അതേപോലെ സേവിങ്സ് ഉണ്ടാക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പുറം ലോകം ശരിയല്ലെങ്കിൽ നമ്മുടെ അകമാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മുടെ ചിന്താഗതിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഓർമ്മ. അപ്പൊ നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാം അല്ലെ? എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. റെഡിയാണോ? നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഓക്കെ, റെഡി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നത്? നോട്ട് ചെയ്യാം. റെഡി? ഓക്കെ, അതിനുള്ള ആൻസർ എഴുതണം കേട്ടോ. സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നത്? അപ്പോ നേരത്തെ ഒരാൾ പറഞ്ഞു നേടാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്പത്ത് എന്ന് പറയുമ്പോൾ തന്നെ തെറ്റിലേക്ക് നയിക്കും. പണം കൂടിയാൽ അഹങ്കാരം വരും, അങ്ങനെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അല്ലെ? ഇപ്പൊ നിങ്ങൾ എന്താണ് സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അത് നോട്ട് ചെയ്യാം. കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക കേട്ടോ. പണത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? കുറെ ആലോചിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പണം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ചിന്തകൾ വരും അല്ലെ? ആലോചിച്ചെടുത്ത ഒരുപാട് ചിന്തകൾ വരും, പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് പണം ഉണ്ടെങ്കിൽ എല്ലാവരും സ്നേഹിക്കും. ഇവിടെ കമന്റ് ചെയ്യാനല്ല, ആദ്യം നിങ്ങൾ എഴുതി വെക്കട്ടോ. അതിനുള്ള ആൻസർ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് മാറിയാലാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുള്ളൂ. ഇപ്പൊ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സമ്പത്തിനെ കുറിച്ച്, പണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. എഴുതി കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കട്ടോ.
കഴിഞ്ഞോ സജീറ മാം? എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയാൻ പറ്റുമോ? സന്തോഷം നമുക്ക് ഹാപ്പി തരുന്നു. ഉം, ഉം. പിന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ഊർജം, ഓക്കെ പോസിറ്റീവ് എനർജി നൽകുന്നു. ഓക്കെ. ജോസഫ് സാറിനൊന്ന് പറയാൻ പറ്റുമോ? എന്താണ് സാർ എന്താണ് എഴുതിയിട്ടുള്ളത്? പണം ജീവിതത്തിലെ അത്യാവശ്യ ഘടകം തന്നെയാണ്. ഉം, ഉം, പണം നമ്മുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുന്നു. ഉം, ഉം, പണം ഉണ്ടെങ്കിൽ സന്തോഷമായി ജീവിക്കാം. ഉം, ഉം, ഉം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? പണത്തെക്കുറിച്ച് ചിന്ത വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അതായത് ചിലപ്പം പറയാറുണ്ട് എനിക്ക് കഴിയില്ല, എനിക്ക് ഇതാണ് വിധി, എനിക്ക് എന്നും ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് ജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു തോട്ടുകളൊക്കെ വരാറുണ്ട്, നെഗറ്റീവായിട്ടുള്ള. അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? മറന്നു. അപ്പൊ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളെപ്പറ്റി നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നത്? എങ്ങനെ പണം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആവലെന്നാ? എങ്ങനെയാണ് അതിൻ്റെ അത്? അതായത് നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? അതായത് ഈ പണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പറയില്ലേ, എനിക്ക് കഴിയില്ല, ഉം, എനിക്കിതിനൊന്നും നേടാൻ കഴിയില്ല, എനിക്ക് എൻ്റെ വിധി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് നമ്മളെക്കുറിച്ച്. എന്നും ഇങ്ങനെ ജീവിക്കാനാണ് എൻ്റെ വിധി, ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എനിക്ക് നേടാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്? അതായത് സമ്പത്ത് നേടുന്ന കാര്യത്തിൽ, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എത്രത്തോളം വിശ്വാസമുണ്ട്? ഇപ്പൊ ചിലപ്പോൾ നമുക്കൊരു വിശ്വാസമൊക്കെ ചില ആളുകൾക്ക് നഷ്ടപ്പെട്ടേക്കാം ഇതുവരെയുള്ളൊരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ. ഇപ്പം പ്രശ്നങ്ങളോടൊക്കെ സ്ഥിരമായിട്ട് പ്രശ്നങ്ങളോടെ ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വിശ്വാസമുണ്ട്? ഈ ഒരു ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ, ഈ എന്നും ഇങ്ങനെ പോയാൽ പോരാ, ഇതിലൊരു മാറ്റം വരുത്താൻ നീ എന്ത് ചെയ്യണം? അതിന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വിശ്വാസം?
അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ സമ്പത്ത് അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സത്യത്തിൽ തോന്നുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് സമ്പത്ത് അർഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സത്യത്തിൽ തോന്നുന്നുണ്ടോ? ചില ആളുകൾ പറയാറില്ലേ, എനിക്കിതൊന്നും അർഹിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും അല്ലേ, ഇതൊന്നും എനിക്ക് പറഞ്ഞതല്ല, ഇങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫ് എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ സമ്പത്ത് അർഹിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു വെക്കുക, എന്നും ഇങ്ങനെ തന്നെ പോകാനാണോ നിങ്ങളുടെ രീതി? അടുത്ത ക്വസ്റ്റ്യൻ, നല്ല മൂഡിലല്ലെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? അതായത് ഒരാൾക്ക് നിങ്ങൾ എന്തെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ EMI അങ്ങനെ എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നെഗറ്റീവ് ആവാറുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയാറുണ്ടോ എന്നാണ്. നല്ല മൂഡിലല്ലെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാറുണ്ടോ? കാശ് കൊടുക്കാനുള്ള ആളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇന്ന് കൊടുക്കുക അല്ലെങ്കിൽ നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ കയ്യിൽ അത് റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനോട് അവർ ക്യാഷ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്? ഇത് രണ്ടും യെസ് ഓർണ ക്വസ്റ്റ്യൻ എഴുതിയാ പോരാ, ആൻസർ എഴുതിയാ പോരാ? യെസ് മതി. ഓർണോ. ചിലപ്പോൾ നോന്നാണെങ്കിൽ അതിനൊരു കാരണം നിങ്ങൾക്ക് കിട്ടും അല്ലേ, അങ്ങനെ ചിന്തിക്കാനുള്ള?
ഇതെല്ലാം എഴുതി കഴിഞ്ഞ് ഇനി അടുത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് നിങ്ങൾ എഴുതി അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങൾക്ക് ഇനി സമ്പത്തിന്റെ കാര്യത്തിൽ നല്ല നിങ്ങൾക്ക് വേറൊരു ഗോൾ ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അച്ചീവ് ചെയ്യാൻ കഴിയും. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? ഇപ്പോ ഇതിനെല്ലാം ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇപ്പൊ തോന്നുന്നത് സമ്പത്ത് എന്ന് പറയുന്ന സമയത്ത്? ഇത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഞാൻ നിങ്ങളോട് ചോദിച്ചാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്. ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റിൽ കമന്റ് ആയിട്ട് ഇടാം. നല്ല ചിന്തകളിലൂടെ പണം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഓക്കെ, സമീറാൻ പറയുന്നു മാറണം പറയുന്നുണ്ട്, സമ്പത്ത് ഉണ്ടാക്കാൻ. ഓക്കെ, ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, മൈൻഡ് സെറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. Okay. ഇനി അടുത്തൊരു പ്രാക്ടീസ് ചെയ്ത് വെച്ചോളൂ. ഇത് ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ എത്രയാണോ നേടാൻ ആഗ്രഹിക്കുന്നത്, എത്ര വേണമെങ്കിലും, ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം, എത്രയാണോ നിങ്ങളെ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും അല്ലേ? ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യണം. അത് എത്ര വലിയ ഗോളാണെങ്കിലും ആ എന്താണെന്നുള്ള ഗോൾ എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് സമ്പത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കത് ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രയാണ് അച്ചീവ് ചെയ്യേണ്ട കാര്യം അവിടെ എഴുതി വയ്ക്കുക. ഇതിനൊക്കെ നിങ്ങൾ ആൻസർ കണ്ടെത്തണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഓരോ ക്ലാസ്സിലും വന്നിട്ട് ഓരോ പ്രാക്ടീസ് നിങ്ങൾക്ക് പറയാറുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് വന്ന് പറയുന്നത്. വെറുതെ ബുക്കിൽ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ടല്ല നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രാക്ടീസുകളാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളത് ഫോളോ ചെയ്യാം. എന്തായാലും ലൈഫിൽ ഒരു ഒരുപാട് പ്രാവശ്യം അതായത് ഇപ്പൊ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നേടാനുള്ള ഒരു ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ സമ്പത്ത് ഇത്ര എനിക്ക് ഏൺ ചെയ്യണം, ഒരു വർഷം കൊണ്ട് ഇത്ര ഏൺ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീട് വെക്കാനോ അല്ലെങ്കിൽ സ്ഥലം മേടിക്കാനോ വാഹനം മേടിക്കാനോ അതിനൊക്കെ നമുക്ക് ക്യാഷ് അത്യാവശ്യമാണ്. അപ്പൊ അതിന് ഒരു വർഷം കൊണ്ട് നിങ്ങൾ എത്രയാണ് നേടേണ്ടത് അത് എഴുതി വെക്കാം. ഇതിന് ആൻസർ നിങ്ങൾ ഇരുന്ന് എഴുതണം. കിട്ടിയോ? എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് 20 ഐഡിയകളെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് 20 ഐഡിയ അല്ലെങ്കിൽ 20 ആൻസറുകൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷം നേടണം, അല്ലെങ്കിൽ 1 കോടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 20 ഐഡിയാസ് എഴുതി വെക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എഴുതുന്ന 3 മുതൽ 5 വരെ നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയ ഈസി ആയിരിക്കും, എളുപ്പമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, എന്തൊരു ഗോൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ഐഡിയ വരില്ല. ഞാനത് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാതെ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്. അതായത് ഇപ്പോ ഒരു വർക്ക് ചെയ്യുന്ന ആളെങ്കിൽ ഒന്നും കൂടി വർക്കിലൊന്നും കൂടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ കുറച്ച് നല്ല ഐഡിയാസ് പെട്ടെന്ന് സിമ്പിളായിട്ട് കുറച്ച് ഐഡിയാസ് കിട്ടും. ഇതൊരു ആദ്യത്തെ 5 നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന 5 ആൻസർ അല്ലെങ്കിൽ 5 ഐഡിയാസ് സിമ്പിളായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് എഴുതി വെക്കാം. ഇപ്പോഴല്ല, നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
അടുത്ത 3 മുതൽ 5 വരെയുള്ള ആൻസർ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കുറച്ച് ചിന്തിക്കേണ്ടി വരും നിങ്ങൾ. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ലാസ്റ്റത്തെ 10 ആൻസർ, അവസാനം എഴുതേണ്ട 10 ആൻസർ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് ചിന്തിച്ചിട്ട് അതിന് ഒരുപാട് ഐഡിയാസ്, ആ 10 ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര അച്ചീവ് ചെയ്യണം, എനിക്ക് ഇത്ര സമ്പാദിക്കണം, ഒരു വർഷം കൊണ്ട്, ഇത് ഒരു വർഷത്തെ കാര്യമാണ് കേട്ടോ, ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര സമ്പാദിക്കണം എന്നുള്ള ഈ ഗോൾ എഴുതി വെച്ച് നിങ്ങൾക്ക് ഇതിന് 20 ആൻസർ അല്ലെങ്കിൽ 20 ഐഡിയാസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ആൻസർ കണ്ടെത്തി നിങ്ങൾ അതിന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലായോ? ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ കുറെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി വെച്ചു അല്ലേ? ഒരു 5 ക്വസ്റ്റ്യൻ ആദ്യം എഴുതി, പിന്നെ ഒരു ഗോള് എഴുതി വെക്കാൻ പറഞ്ഞു. ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, പണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചും പണത്തിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്, അതിനുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. രണ്ടാമത് ചെയ്തത് 20 ക്വസ്റ്റ്യന്റെ കാര്യം പറഞ്ഞത്, നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത്, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. അതിന് നിങ്ങൾ 20 ആൻസർ കണ്ടെത്തുക. അതിന് സമയമെടുക്കും, പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇരുന്നാൽ കിട്ടില്ല. ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 5 ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടും അല്ലേ നമ്മുടെ മൈൻഡിലേക്ക്. അത് ചുമ്മാ വരുന്ന ക്വസ്റ്റ്യനുകൾ ആൻസറുകളാണ്, പക്ഷെ പിന്നീട് നമ്മൾ കണ്ടെത്തുന്നതായിരിക്കും നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കിട്ടിയോ? കുറച്ച് ക്വസ്റ്റ്യനെ കുറിച്ച് ആൻസർ എഴുതിയപ്പോൾ എല്ലാവരും ആൻസർ കണ്ടെത്തുന്ന തിരക്കിലാണോ? ഒരു റിപ്ലൈ വരുന്നില്ലല്ലോ. സാറേ, ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻസിന് കുറച്ച് ആൻസർ എഴുതി വെച്ചു. പക്ഷെ ഞാനില്ലേ EFT ചെയ്യുന്നതിന്റെ മുൻപ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും, അത്രയ്ക്കേ ഉള്ളൂ ആഗ്രഹങ്ങള്. ഇനി ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞി കുടിച്ചിട്ടായാലും ജീവിക്കാൻ എന്നൊക്കെ ഉള്ള ഒരു ഫീലിങ്. പിന്നെ നമുക്ക് അത് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കണമെന്നോ അതല്ലെങ്കിൽ കൂടുതൽ പൈസ സമ്പാദിച്ചിട്ട് നമുക്ക് അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചെങ്കിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ജീവിക്കുക, അതല്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് അത്രയൊക്കെ മതി എന്നുള്ള ഒരു ഫീലിങ്. അതില് നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്താൽ കിട്ടുമോ, അതല്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് വേണം എന്നൊരാഗ്രഹം തന്നെ ഉണ്ടായിരുന്നില്ല. EFT ചെയ്തതിന് ശേഷമാണ്
നമ്മൾ പൈസ ആഗ്രഹിക്കുന്നത് തെറ്റല്ല, നമുക്ക് വേണ്ടത് ഈ പ്രപഞ്ചത്തിലും പ്രപഞ്ചനാഥനും നമുക്ക് ചെയ്തു തരും എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് പൈസ വേണം, അല്ലെങ്കിൽ നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഇപ്പൊ സാറ് അപ്പൊ ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്താണ് എനിക്കിതിൽ കൂടുതൽ, നമ്മളിപ്പോ ഓൾറെഡി വർക്ക് ചെയ്യുന്ന അതിന്റെ കൂടെ നമുക്ക് എന്താ എക്സ്ട്രാ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം നമ്മളെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് കൂടെ സപ്പോർട്ടിന് ആള് വേണോ എന്നൊക്കെ പറഞ്ഞ് പിന്നാക്കം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിന്നിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കാം. അപ്പോഴാണ് ഇപ്പൊ ശാരദ പറഞ്ഞ ഈ ഒരു 20 ക്വസ്റ്റ്യൻ ആൻസർ എഴുതി അതിലേക്ക് എത്തും എന്ന് ഫീൽ ചെയ്യുന്നത്. ശരിക്കും EFT ചെയ്തപ്പോഴാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നത്. ഇപ്പൊ പൈസയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് ഉള്ളത്. നമുക്ക് വേണം എന്ന ആഗ്രഹമുണ്ട്, അത് കിട്ടിയാൽ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫീലിങ്ങും, ദെൻ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗും ഉണ്ട്. പക്ഷെ അതിലേക്ക് എത്താനുള്ളൊരു വഴി ഇനി ആദ്യം കണ്ടുപിടിക്കണം. എത്താനുള്ളൊരു വഴി കണ്ടുപിടിക്കാനാണ് ഈ ഒരു 20 ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ അവിടെ എത്തും. ഓക്കെ, അത് എനിക്കിപ്പോ തോന്നി സാർ, അതാണ് ഞാനിപ്പോ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത്. താങ്ക് യു. താങ്ക് യു സാർ. നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചില്ല, അതായത് നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലേ, അതിൽ നമുക്ക് ഒരുപാട് ബ്ലോക്കുകളുണ്ട് അല്ലേ. അതായത് നമ്മൾ കണ്ടും കേട്ടും അധികം കേട്ടും വളർന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഉള്ളതൊക്കെ വെച്ച് മതി, എന്തിനാണ് കൂടുതൽ സമ്പാദിക്കുന്നത് അല്ലേ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ പോരെ, ദിവസം കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ നേടിയാൽ പോരെ, എന്തിനാണ് കൂടുതൽ സമ്പത്ത് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അഹങ്കാരം വരും അല്ലേ, തെറ്റിലേക്ക് നയിക്കും. അങ്ങനെ ഒരുപാട് ബിലീഫ് സിസ്റ്റം നമ്മളെടുക്കുന്നുണ്ട്. അത് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തതല്ല, നമ്മൾ കണ്ടത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ അല്ലെ. പലപ്പോഴും പറയാറുണ്ട് പല ആളുകൾ ഇന്നും നമുക്ക് പ്രശ്നങ്ങളാണ് അല്ലേ, ഇതിന്നൊരു മാറ്റം വരുന്നില്ല. മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, നാളെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ആ തോട്ടുകളെല്ലാം മാറ്റണം അല്ലേ. നമുക്ക് റിച്ച് ആയിട്ടുള്ള ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നമുക്കത് കഴിയില്ല. അപ്പൊ മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ ചില ആൾ നമുക്കൊക്കെ അസൂയ തോന്നാറുണ്ട് അല്ലേ. നല്ല വീടും കാറും നല്ല ജോബും സമ്പത്തൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ എത്ര പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ അത് മാറ്റി നമുക്ക് ആ ഒരു ലൈഫിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ്, അതാണ് പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞത്, സമ്പത്ത് നേടുക എന്നുള്ളത് പറഞ്ഞത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ മാറ്റം വരുന്നത് കാണാൻ പറ്റും. ഫസ്റ്റ് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. അപ്പൊ ഈ ഒരു 20 ആൻസർ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ഡൗട്ടില്ല, 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിക്കാന്നുള്ളതും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളത് ഇപ്പൊ എഴുതി വെച്ചിട്ട് പിന്നെ അതിന് പ്രവർത്തിക്കാതിരുന്ന പിന്നെ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കൊന്നും ആവാൻ പറ്റില്ല. ഇത് ഇപ്പൊ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇനി നമ്മള് ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ നമ്മൾ എവിടെയാണെന്ന് ആദ്യം ചിന്തിക്കാം. ഈ ആൻസർ കണ്ടെത്തിയതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപ് നമ്മൾ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം അല്ലെ. നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് പല പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ടിലൂടെ ഒക്കെ ആയിരിക്കും പോകുന്നുണ്ടാവാം. പക്ഷെ അതിലൊക്കെ നമ്മൾ പരാതി പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവും. ഇന്നും പരാതി ആയിരിക്കും അല്ലെ. നമുക്ക് വീട്ടിലെത്തുമ്പോഴേ അതില്ല, ഇങ്ങനെ അവിടെ കൊടുക്കാനുണ്ട്, ഈ ഒരു പ്രശ്നമുണ്ട്, വീട്ടിലേക്ക് ഇന്ന ആള് വന്നു, ക്യാഷ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളത് കൊടുക്കില്ലേ, അല്ലെങ്കിൽ ഇത് ഇവിടെ കൊടുക്കാനുണ്ട്, എന്നും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഇതൊരു നെഗറ്റീവായിട്ട് പറയല്ലോ കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന, അതായത് ഇപ്പൊ രാവിലെ തന്നെ എണീറ്റ് വന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഇവിടെ സമ്പത്തിനെ കുറിച്ച് നല്ല നെഗറ്റീവാണല്ലോ പറയുന്നത് അല്ലെ. നമ്മൾ അങ്ങനെയല്ല, അതായത് നമ്മൾ അധികം ആളുകളും ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളാണ് അല്ലെ. ഡെയിലി നമ്മളൊരു ദിവസം ഫുള്ളായിട്ട് എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഒരു ദിവസം നമ്മുടെ മൈൻഡിലൂടെ പോകുന്ന 80% ചിന്തകളാണ് നമ്മുടെ ജീവിതം ഇപ്പൊ എന്താണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അത് നിങ്ങളെ ആക്കി മാറ്റിയിട്ടുള്ള നിങ്ങളുടെ ഓരോ ദിവസത്തെയും ചിന്തകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നതല്ല, എനിക്ക് എപ്പോഴും ലൈഫിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും വരുന്നത് ഈ ഒരു പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മളെപ്പോഴും ജീവിക്കുന്ന ഈ പ്രശ്നങ്ങളിലൂടെയാണ് അല്ലെ. നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മൾ, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ ആ ചിന്തയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളെ പ്രവൃത്തിയിൽ മാറ്റം വരും അല്ലേ. ആദ്യം നമ്മുടെ ചിന്തയിൽ മാറ്റം വരുത്താം, നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം വരും, നിങ്ങളുടെ ജീവിതം മാറും. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണ്, ആ ഒരു ഏത് നിലയിലാണ് നിങ്ങൾ നിൽക്കുന്നത്? ചിലപ്പോൾ സമ്പത്ത് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളോടെ പോകുന്നതാണ്.
അപ്പൊ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത് വരുന്നത് നിങ്ങൾ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ്, നിങ്ങൾ കൂടുതലായിട്ട് സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ബിലീഫ് എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ്. ഞാൻ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അതെനിക്ക് നേടാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണത്, എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ചിന്തകൾ വരും. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ രീതിയിലാണ് പണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, എനിക്കിതിൽ മാറ്റം വരണം. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും നോക്കുള്ളൂ. അടുത്തത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ എല്ലാത്തിലും ഉണ്ടാവും അല്ലെ, എല്ലാത്തിലും പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ, നമുക്ക് സമ്പത്തിനെ കുറിച്ച് കിട്ടിയതിനെ കുറിച്ച് നമുക്ക് നന്ദി ഇല്ലെങ്കിൽ, അറിയില്ലേ നിങ്ങൾക്ക്, ഇത് പല ആളുകൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഉള്ളവർക്ക് ദൈവം വാരിക്കോരി കൊടുക്കുന്നു അല്ലേ. അതങ്ങനെയല്ല. നിങ്ങൾക്ക് ഉള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നന്ദി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു പോകുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനോ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതും കൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഒരാൾക്ക് പൈസ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കടയിൽ നിന്ന് ഒരു സാധനം മേടിക്കുന്ന സമയത്ത് വരെ അതിന് താങ്ക് യു എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പൊ പല ആളുകളും പറയാറുണ്ട്, നമ്മൾ ക്യാഷ് കൊടുത്തിട്ടല്ലേ, വെറുതെ മേടിക്കുന്നൊന്നല്ലല്ലോ, പിന്നെ എന്തിനാണ് അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത് ഇല്ലേ. നമ്മളെപ്പോഴും നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം. അപ്പൊ നിങ്ങൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത്, ആർക്കും ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അത് അനുഗ്രഹിച്ചിട്ട് വിടാന്ന് പറയും. അതായത് നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ്, അതായത് ആ കിട്ടുന്ന ആളിലേക്ക് പോയിട്ട്, ഞാൻ ഈ കൊടുക്കുന്ന ക്യാഷ് അത് തിരിച്ച് ഒരുപാട് ക്യാഷായിട്ട് എന്നിലേക്ക് വരുന്നു, അങ്ങനെ അനുഗ്രഹിച്ചിട്ട് നീ പോയി, അതായത് ഇങ്ങനെ പറയാറുണ്ട്, നീ പോയി നിന്റെ കൂട്ടുകാരെ കൂട്ടി എന്നിലേക്ക് തിരിച്ചു വാ എന്നുള്ളൊരു ആ ഒരു രീതിയിൽ പറയാറുണ്ട് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ചില ആളുകൾ കൊടുക്കുന്ന സമയത്ത് എനിക്കിത് അടുത്ത് വേറെ കാര്യം മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, ഇനിയിപ്പോ ഇതിന് തികയില്ല. അപ്പൊ നമ്മൾ പല ആളുകളും കൊടുക്കുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടാണ് കൊടുക്കുക. ഇനിയിപ്പോ അത് മേടിക്കാൻ ഇത്ര ക്യാഷ് വേണ്ടേ. അപ്പൊ നമ്മൾ ഉള്ള കാര്യങ്ങൾ ആ കൊടുക്കുന്ന, നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ മേടിക്കാം ക്യാഷ് ഇല്ലാതെ. ചില ക്യാഷ് ഉണ്ടാവും, പിന്നീട് നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് മാറ്റി വെക്കും, ആ ക്യാഷ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അപ്പോൾ അവിടൊക്കെ നമുക്ക് ഫീൽ വരുന്നത് എന്താ, നമ്മുടെ അടുത്ത് ഇല്ല, ക്യാഷ് ഇല്ല, എൻ്റെ അടുത്ത് കയ്യിൽ ക്യാഷ് ഇല്ല എന്നുള്ള ഒരു ഫീലാണ് വരിക. നിങ്ങൾക്ക് ഇന്ന് എന്താണ് ആഗ്രഹം, ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ, നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആളുകൾ ചിലപ്പോൾ പോക്കറ്റിലേക്ക് നോക്കും, പിന്നെ അടുത്ത ആ ഒരു ക്യാഷ് കൊടുക്കേണ്ട EMI അതിനേക്ക് തന്നെ ഇനി കുറച്ചും കൂടി ക്യാഷ് വേണം, ആ ഒരു ചിന്തയ്ക്ക് വരും. അപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് കഴിക്കാം. നിങ്ങൾക്ക് എന്തായാലും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തായാലും നിങ്ങൾക്ക് കൊടുക്കാനുള്ള, നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനോ എന്തിനെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും അല്ലെ, നിങ്ങളിലേക്ക് അത് എത്തും. ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഒരു സമയമാകുമ്പോഴേക്ക് നിങ്ങളിലേക്ക് എത്തും. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു ആഗ്രഹം, ചെറിയ ആഗ്രഹം മാറ്റി വെക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലേക്ക് യെസ് ഉമ്മൈവ പറയുന്നുണ്ട്, അതേന്ന് പറയുന്നുണ്ട്. ശരി. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം ആ ഒരു ചെറിയൊരു ആഗ്രഹമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഫുഡ് കഴിക്കാനായിരിക്കും. അപ്പൊ അതുപോലെ നിങ്ങൾ മാറ്റി വയ്ക്കും. ആ ചെറിയൊരു 100 രൂപയുടെ കാര്യം നിങ്ങൾ മാറ്റി വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലോക്കുകളാണ് അല്ലെ. നമ്മൾ ബ്ലോക്കിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും ഒരു ബിലീഫ് സിസ്റ്റം, അതായത് ഒരു ബ്ലോക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് വരും, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. ഓരോ ദിവസവും നമ്മുടെ ആ ഒരു ബിലീഫ് സിസ്റ്റം ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഇപ്പൊ മാറ്റം വരുത്തിയാലാണ്, എപ്പോഴും ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ മാറ്റം വരുത്തിയാലാണ് വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് ചേഞ്ച് ആവുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ഇതിനു വേണ്ടി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹോപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതിന്റെ മുൻപത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഹോപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. അതായത് ഐ ആം സോറി, അതായത് ഞാൻ പണത്തെക്കുറിച്ച്
ഇതുവരെ തെറ്റായിട്ടുള്ള രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. അതെൻ്റെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ തെറ്റായുള്ള രീതിയിലാണ് ഞാൻ പണത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ ഖേദിക്കുന്നു. ഫസ്റ്റ് അങ്ങനെ പറയാം. പ്ലീസ് ഫോർഗീവ് മീ. അത് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം എന്ന് പറയാം. അടുത്തത് പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു. അടുത്തത് താങ്ക് യു എന്ന് പറയാം. അതായത് എന്നെ മനസ്സിലാക്കിയത് എനിക്ക് ഈ ഒരു തെറ്റായിട്ടുള്ള അറിവുകൾ മറ്റുള്ളവരിൽ നിന്നാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കി എനിക്ക് പുറത്തു തന്നതിന് താങ്ക് യു. പിന്നെ ഐ ലവ് യു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അല്ലേ? നിങ്ങൾക്ക് എല്ലാ തെറ്റുകളും മനസ്സിലാക്കി ഇത് എനിക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് എന്താ സ്നേഹം കൂടുതൽ കൊടുക്കുന്ന സമയത്ത് അത് തിരിച്ചും കിട്ടും. അല്ലെ? നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, പുറത്തേക്ക് എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്താണോ പോകുന്നത്, അത് നിങ്ങൾക്ക് തിരിച്ചും കിട്ടും. അത് സമ്പത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് സ്നേഹിക്കുക. നമുക്കുണ്ടല്ലോ ക്യാഷിനൊരു നല്ലൊരു മണമല്ലേ? പുതിയ പൈസ കിട്ടുന്ന സമയത്ത് നമ്മൾ ATM എന്നെങ്കിൽ ക്യാഷ് കിട്ടുന്നത് അത് ശരിക്കും ഫീൽ ചെയ്യാം. ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന സമയത്ത് ആ ക്യാഷ് ചുമ്മാ എണ്ണിക്കൊണ്ടിരിക്കുക, ചുമ്മാ എടുത്തിട്ട് എണ്ണിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ക്യാഷ് ഇല്ലെങ്കിലും കയ്യിലില്ലെങ്കിലും നിങ്ങൾ വിഷ്വൽ ചെയ്യുക ഒരുപാട് ക്യാഷ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതും അതിങ്ങനെ കണ്ണടച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. ക്യാഷ് നിങ്ങളുടെ കയ്യിലില്ല, എന്നാലും ക്യാഷ് എണ്ണുന്ന പോലെ നിങ്ങൾ ഒരുപാട് ക്യാഷ് എണ്ണി അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി വെക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നതൊക്കെ നിങ്ങൾ വിഷ്വൽ ചെയ്യാം. അറിയാലോ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് സത്യം എന്താണെന്ന്, അതേപോലെ കള്ള എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. നിങ്ങൾ എന്ത് ചിന്തകളാണോ മൈൻഡിലേക്ക് കൊടുക്കുന്നത് അതായിരിക്കും വരുന്നതെന്ന്, അല്ലേ? നിങ്ങളുടെ റിയാലിറ്റി അതായിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലൂടെ എപ്പോഴും ഉണ്ടാവണം. അതേപോലെ ഇനി അടുത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ വിഷ്വൽ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സമ്പത്തിനെ കുറിച്ച്, നിങ്ങളിലേക്ക് ഒരുപാട് സമ്പത്ത് വരുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ടുള്ള സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നത് വിഷ്വൽ ചെയ്യാം. എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണോ ഈ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടുന്നതായിട്ട് ആ ഒരു ക്യാഷ് കൊണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ സഹായിക്കണം എന്നുള്ള ചിന്തയുള്ള ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? അപ്പൊ അതിനെന്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല, അപ്പൊ ഞാൻ തന്നെ ഈ രീതിയിലാണ് പോകുന്നത്, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ക്യാഷ് കിട്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നു, വസ്ത്രം മേടിച്ചു കൊടുക്കുന്നു, അതുപോലെ അവർക്ക് ക്യാഷ് ആയിട്ടും ഒരുപാട് ആളുകൾക്ക് ഉണ്ടല്ലോ വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ആളുകളില്ലേ. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അതെല്ലാം നിറവേറ്റുന്നതായിട്ട് നിങ്ങൾ വിഷ്വൽ ചെയ്യുക. പിന്നെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സമ്പത്ത് എനിക്ക് എപ്പോഴും വരുന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ അഫോർമേഷൻ ഇതിന് മുൻപ് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അതായത് ഈ ഒരു സമ്പത്ത് എനിക്ക് അല്ലെങ്കിൽ ഈ പണം എനിക്ക് എങ്ങനെയാണ് എന്നിലേക്ക് വന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആൻസർ നിങ്ങൾക്ക് കണ്ടെത്തും, അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് വെൽത്തിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്കിന്നൊരു പ്രാക്ടീസ് ചെയ്തു. ഫസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി അതിനുള്ള കുറച്ച് ആൻസറുകൾ നമ്മൾ ചെയ്തു. അതേപോലെ ഒരു വർഷത്തേക്ക് നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 20 ആൻസർ അല്ലെങ്കിൽ ഒരു 20 ഐഡിയാസ് കണ്ടെത്തുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടെത്തി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഒരു ടൈം മാറ്റി വെച്ചിട്ട് നിങ്ങൾ അതിനുള്ള ആൻസർ, ആ 20 ആൻസർ കണ്ടെത്താൻ. ആദ്യത്തെ 5 ആൻസർ സിമ്പിൾ ആയിരിക്കും, പിന്നീടുള്ള 5 കുറച്ച് ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് കണ്ടെത്തുന്ന 10 ആൻസർ അത് നിങ്ങൾക്ക് നന്നായിട്ട് ടൈം എടുത്തിട്ട് എഴുതുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ, എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
ഒരു ഐഡിയ കിട്ടിയോ നമ്മളെ കുറിച്ച്? നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം വരണം, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഞാൻ സുബൈദ. ഓക്കെ, ഞാൻ പറഞ്ഞോളൂ. എനിക്ക് ഈ 5 ക്വസ്റ്റ്യനും മനസ്സിലായിട്ടില്ല, കാരണം എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം എഴുതേണ്ടത് മാം നോട്ട് ചെയ്ത് വെച്ചോളൂ, പെട്ടെന്ന് പറയാം. സമ്പത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അതായത് നമ്മൾ സമ്പത്തിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? സമ്പത്തിനെ കുറിച്ചല്ലേ? അതെ, നമ്മളിപ്പോ ഒരു സമ്പത്ത് എന്താണ്, അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് എന്താണ്? ഇപ്പൊ ചില ആളുകൾ പറയുന്നത് പ്രയാസമാണ്, നേടാൻ പ്രയാസമാണ്, പല ബുദ്ധിമുട്ടുകളും പറയാറുണ്ട് അല്ലേ? അപ്പൊ അത് സമയമെടുത്ത് എഴുതിയാൽ മതി. പിന്നെ നിങ്ങളെ പറ്റി നിങ്ങൾ എന്താണ്, നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത്? അപ്പൊ നമുക്ക് പറയാം, എനിക്ക് അതിനുള്ള കഴിവില്ല. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്ക് അതിനെ കുറിച്ചുള്ള കഴിവില്ല. നിങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്? അതായത് നമ്മൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് ഈ സമ്പത്ത് നേടുന്ന കാര്യത്തിൽ? ഞാൻ ഒരു 20 ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞില്ലേ ഒരു 1 ഇയറിന്റെ ഉള്ളിൽ നേടാൻ വേണ്ടിയില്ല. അപ്പൊ അത് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് എത്രത്തോളം വിശ്വാസമുണ്ട്? അപ്പൊ എന്നിൽ എന്താണ് വിശ്വാസം എന്ന് എഴുതിയാൽ മതി അല്ലേ? അതെ. അടുത്തത് വരുന്നത് നിങ്ങൾ സമ്പത്ത് അർഹിക്കുന്നത് സത്യത്തിൽ നമുക്ക് തോന്നുന്നുണ്ടോ? അതായത് നമ്മൾ സമ്പന്നനാവാനുള്ള കഴിവ്, അതായത് അത് അർഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിലൂടെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല മൂഡിലല്ലെങ്കിലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? നല്ല മൂഡിലല്ലെങ്കിലും, അതായത് ഇപ്പൊ നമ്മളൊരു പ്രശ്നത്തിലൂടെ പോകുന്ന ഒരാളാണ്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ക്യാഷ് ആയിട്ട് ഒരുപാട് പ്രശ്നത്തിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് ഒരു നല്ല മൂഡല്ലല്ലോ, നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ മൈൻഡൊക്കെ ഡിസ്റ്റർബ് ആക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോവുകയാണ്. ആ ഒരു സമയത്തും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട്, ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുമോ? കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഓക്കെ, ഇത്രയായിരുന്നു ആ ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഞാൻ എങ്ങനെ എഴുതിക്കണേ? ഇപ്പോഴുള്ള പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ കഴിയും, അതല്ലേ ചോദ്യം? അതായത് കഴിയുമോ, അത് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ആൻസർ നിങ്ങൾക്കൊന്ന് ആലോചിച്ചിട്ട്, നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ, ഇപ്പൊ മാം ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ മാം അത് ശരിക്കും ഇരുന്നിട്ട് എഴുതണം. ഈ ഒരു 5 ക്വസ്റ്റ്യനും അതിൽ ആൻസർ കണ്ടെത്തുക, അതേപോലെ ലാസ്റ്റ് പറഞ്ഞ ആ 20 ആൻസറും കണ്ടെത്തി കഴിഞ്ഞാൽ മാം പറയുന്ന 6 പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ആർക്കൊന്നും പറയാനില്ലെങ്കിൽ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ സെഷനിൽ ഇത്ര നേരം ഇരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു. Thank you. താങ്ക് യു സർ.